ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ മഹത്തായ കർമ്മങ്ങൾ പലതും ചെയ്തു തീർക്കാനുണ്ട്. മനുഷ്യേതര ജീവികളെല്ലാം തന്നെ പ്രകൃതിയുടെ സ്വഭാവം എങ്ങനെയാണോ, അല്ലെങ്കിൽ ഓരോ ജീവിയും ജനിച്ച സ്വഭാവം എന്താണോ, ജന്മസ്വഭാവം എന്താണോ, അതിനനുസരിച്ചാണ് മനുഷ്യരല്ലാത്ത ജീവികളെല്ലാം ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യർക്ക് മാത്രം വിശിഷ്യ അതിൽ നിന്ന് വിഭിന്നമായ ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്. അതെന്താണ് എന്ന് ഒരു കവി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നേവരേക്കും പേർ കേട്ട മഹിതാത്മകളേവരും ഭക്തി സാധനയാൽ തന്നെ മിന്നിയോരാം ജഗത്തിതിൽ. ഇന്നേവരേക്കും പേർ കേട്ട, ഇന്ന് വരേക്കും പേര് കേട്ട അനേകം മഹത് വ്യക്തികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കൾ എല്ലാവരും തന്നെ ഭക്തി സാധനയാൽ തന്നെ അവർ ആ പേരിന് അർഹരായത് ഈശ്വരനോടുള്ള അകൈതവമായ ഭക്തി കൊണ്ട് മാത്രമാണ്. എപ്പോഴാണോ ഒരു ജീവനെ ഉദ്ധരിക്കാൻ ഈശ്വരനെ സർവാത്മന ആശ്രയിക്കുന്നത്, അവരുടെ ജീവിതം ധന്യധന്യമായിരിക്കും. യേശുദേവനെയും നബിതിരുമേനിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമചന്ദ്രനെയുമെല്ലാം ഇന്നും ജനങ്ങൾ ആരാധിക്കുന്നു, പൂജിക്കുന്നു, അതിനെ അനുകരിച്ച് ജീവിക്കുന്നു. കാരണം അവർ ആജ്ഞാപിക്കുന്നത് അത് തന്നെയാണ്. അവർ ആ പരമസത്തയായിരിക്കുന്ന ഈശ്വരനിലേക്ക് തൻ്റെ മനസ്സിനെ പ്രവേശിപ്പിച്ച് ആ പരമസത്യം ബോധിച്ചവരാണ്. അത് ബോധിച്ച വ്യക്തികളാണ് ഇന്നും മിന്നി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ രാജകുമാരന്മാർ, എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരെയൊന്നും അല്ല, പൗരസ്ത്യ ദീപം എന്ന പേരിൽ ശ്രീബുദ്ധനെയാണ് ഇന്ന് ലോകം ആരാധിക്കുന്നത്. ബുദ്ധമതത്തിൻ്റെ അനുയായികൾ എത്രയോ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ആ ബുദ്ധനെ ബുദ്ധനാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈശ്വരനോടുള്ള ഭക്തിയാണ്. അതിന് ഈശ്വരനെ ബുദ്ധൻ അംഗീകരിച്ചിട്ടില്ല എന്ന് ചിലർ പറയുന്നു. ഈശ്വരൻ ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഭാവന ചെയ്യുന്നത്. അത്തരം ഭാവനയായിരുന്നില്ല അദ്ദേഹത്തിന്. ഈശ്വരൻ ഈ നാമത്തിനും രൂപത്തിനും എല്ലാം അതീതമാണ്. ഈ നാമരൂപത്തിന് അതീതമായിരിക്കുന്ന ആ പരമചൈതന്യത്തിൽ നിന്നാണ് ഈ നാമരൂപങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ നാമരൂപങ്ങളിൽ മാത്രം അല്ല നാം ഭ്രമിക്കേണ്ടത്, ഈ നാമരൂപങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ആ ചൈതന്യത്തെ ആണ് ആരാധിക്കേണ്ടത്. നാമരൂപങ്ങളായി മാറിയത് ഇന്ദ്രിയങ്ങൾക്ക് അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇന്ദ്രിയങ്ങൾക്ക് അറിയണമെങ്കിൽ നാമരൂപങ്ങൾ കൂടിയേ കഴിയൂ. എന്നാൽ ഇന്ദ്രിയാതീതമായ സർവേശ്വരനെ ഒരിന്ദ്രിയം കൊണ്ടും അറിയാൻ സാധിക്കുകയില്ല. അത് ബോധസ്വരൂപിയാണ്. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി ഈ പ്രപഞ്ച വിഷയങ്ങളെയെല്ലാം നാം അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നത്. അതിൻ്റെ സാന്നിധ്യം നാം അറിയുന്നില്ലെങ്കിലും അതിനെ നാം ബോധിക്കണം. ഇതെല്ലാം കാണുമ്പോൾ അതിനെയാണ് നാം ബോധിക്കേണ്ടത്. അപ്രകാരമുള്ള ആ ഈശ്വര ശക്തിയെ നമ്മുടെ മനസ്സിൽ നിരന്തരം പ്രതിഷ്ഠിച്ച് അതിനെ വിചാരം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് നാം ഓരോരുത്തരും അതിൽ നിന്ന് വിഭിന്നമായ ഈ പ്രപഞ്ച വസ്തുക്കൾ താൻ അല്ല, ഇത് ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. സമുദ്രത്തിൽ നിന്നും ഒരു തുള്ളി വെള്ളമുണ്ടായി, വെള്ളവും സമുദ്രം തന്നെയാണ്. എങ്കിലും ആ വെള്ളം അല്ലെങ്കിൽ തിര എന്ന ആ സങ്കല്പത്തിന് അല്പസമയത്തെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. തിര കുറച്ചു സമയം നിലനിൽക്കുന്നു, അത് ജലമാണെങ്കിൽ തന്നെയും.
അത് നിലനിന്ന് അത് ആ ജലത്തിൽ തന്നെ ലയിക്കുന്നു. അപ്രകാരമാണ് ഒരു തിര ഉദിച്ചുയർന്നതുപോലെയാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് അല്പസമയം നിലനിന്ന് പിന്നീടത് അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു. അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു എന്ന സത്യം നമ്മൾ ബോധിക്കണം. അത് ബോധിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ പിന്നെ നമ്മുടെ സങ്കല്പമാത്രാൽ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമ്മൾ. അങ്ങനെയാണ് പുനർജന്മം ഉണ്ടാകുന്നത്. നമ്മുടെ സങ്കല്പം കൊണ്ട് തന്നെ നമുക്കൊരു സൂക്ഷ്മ ശരീരം ഉണ്ടാവുകയും ആ സൂക്ഷ്മ ശരീരത്തിലെ ആഗ്രഹങ്ങളുടെ സമാഹാരങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഒരു സ്ഥൂല ശരീരം നമുക്ക് തരുകയും ചെയ്യും. അങ്ങനെ സ്ഥൂല ശരീരം എടുക്കുന്നതിനെ ജന്മമെന്നും ആ സ്ഥൂല ശരീരം നിലനിൽക്കുന്നതിനെ ജീവിതമെന്നും ആ സ്ഥൂല ശരീരം നഷ്ടപ്പെടുമ്പോൾ മരണമെന്നും നാം പറയപ്പെടുന്നു. ഇപ്രകാരം ജീവിതം അല്ലെങ്കിൽ ജനനം, ജീവിതം, മരണം, ഈ മൂന്നെണ്ണം ഒരു മർത്യജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ്. ഇതിൽ നിന്ന് വിഭിന്നമായതാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം ബോധിക്കുമ്പോൾ നമുക്ക് ജനന ദുഃഖമോ ജീവിത ക്ലേശങ്ങളോ മരണഭയമോ ഉണ്ടാവുകയില്ല. ഇവയില്ലാത്ത അവസ്ഥ കൈവരിച്ചവരാണ് മഹിതാത്മാക്കളായവർ. അവരുടെ പേര് ഇന്നും ജനങ്ങൾ ഓർമ്മിക്കുന്നു. അതിന് കാരണം ആണ് ഇന്നേവരേക്കും പേർ കേട്ട മഹിതാത്മാക്കളേവരും ഭക്തി സാധനയാൽ തന്നെ മിന്നിയോരാം ജഗത്തിതിൽ.